ഭഗവാൻ ശിവന്റെ കഴുത്തിൽ കാണുന്ന സർപ്പമാണ് നാഗരാജാവായ വാസുകി. ഇതിന്റെ പിന്നിലുള്ള കഥ എങ്ങനെയാണ്? കശ്യപ മുനിയുടെ പുത്രന്മാരിൽ രണ്ടുപേരാണ് അനന്തനും വാസുകിയും. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃതിനായി മേരുപർവ്വതത്തിനെയും വാസുകിയെയും ഉപയോഗിച്ച് സമുദ്രമഥനം നടത്തുമ്പോൾ കാലക്കൂട വിഷം കടൽ മധ്യത്തിൽ നിന്ന് പുറത്തു വരികയും അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ശിവഭഗവാൻ അത് പാനം ചെയ്ത് ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്തു. വാസുകിയുടെ ശിവഭക്തിയിലും പ്രവൃത്തിയിലും സംതൃപ്തനായ ശിവഭഗവാൻ ഒരു വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അതിന് വാസുകി ഇനിയുള്ള കാലം ഭഗവാന്റെ അടുത്ത് തന്നെ കഴിയാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചു. മഹാദേവൻ ഈ അഭ്യർത്ഥന അംഗീകരിച്ച് വാസുകിയെ തന്റെ കഴുത്തിൽ ധരിച്ചു എന്നാണ് ഒരു കഥ. മറ്റൊന്ന്, ശിവന്റെ പരമഭക്തനായ വാസുകി കൈലാസത്തിൽ ഭഗവാനെ ദർശിച്ച് തിരിച്ച് പാതാള ലോകത്തേക്ക് മടങ്ങുമ്പോൾ വിഷ്ണു ഭഗവാൻ അത് കാണുകയും ബ്രഹ്മാവിന്റെ കൽപ്പന തെറ്റിച്ച് പാതാളത്തിൽ നിന്നും ഭൂമുഖത്ത് വന്നതിന് ഗരുഡനോട് വാസുകിയെ വധിക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതറിഞ്ഞ ശിവഭഗവാൻ തന്റെ പ്രിയഭക്തന്റെ രക്ഷയ്ക്ക് അവിടെ എത്തുകയും വാസുകിയെ തന്റെ കഴുത്തിലണിഞ്ഞുകൊണ്ട് അഭയം നൽകുകയും ചെയ്യുന്നു.